റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ന് ആരംഭിക്കും. രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുടിനും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വിവിധ ഉടമ്പടികൾ ഒപ്പുവയ്ക്കും. ഇന്നലെ രാത്രിയോടെ ദില്ലിയിൽ വിമാനമിറങ്ങിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഔദ്യോഗിക സന്ദർശന പരിപാടികൾ ഇന്ന് ആരംഭിക്കും. ഇന്ത്യയുമായി ആണവോർജ്ജോൽപാദനത്തിൽ പങ്കാളിത്തം, കച്ചവട കരാറുകൾ രൂപീകരിക്കുക എന്നീ പ്രധാന ലക്ഷ്യങ്ങളോടെയാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തിയിരിക്കുന്നത്. രാവിലെ 11:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിനെ ദില്ലി ഹൈദരാബാദ് ഹൗസിൽ സ്വീകരിക്കും. ഇരു രാജ്യത്തലവന്മാരും തമ്മിൽ നടക്കുന്ന നിർണായക ചർച്ചകൾക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥ സംഘം വിവിധ കരാറുകൾക്ക് അന്തിമ രൂപം നൽകും. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഉടമ്പടികൾ ഒപ്പുവയ്ക്കും. റഷ്യ സഹകരണത്തോടെ ഇന്ത്യ കൂടംകുളത്ത് ആരംഭിച്ച ആണവ പ്ലാന്റിനു പുറമെ മറ്റൊരു പ്ലാന്റും ഇന്ത്യയിൽ നിർമ്മിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ള സ്ഥലം സംബന്ധിച്ച കരാറും ഒപ്പിടാനുള്ള ഉടമ്പടികളിൽ ഉൾപ്പെടുത്തി. പക്ഷേ അന്തിമ ധാരണയിലെത്തിയിട്ടില്ല. സൈബീരിയയിൽ ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് എണ്ണഖനനം നടത്തുക, റഷ്യൻ സുഖോയ് സൂപ്പർ ജെറ്റുകൾ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് വാങ്ങുക സംബന്ധിച്ചും കരാറുകൾ അന്തിമഘട്ടത്തിലാണ്. വൈകുന്നേരം മോദിയും വ്ളാഡിമിർ പുടിനും സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തുടർന്ന് ദില്ലിയിൽ നടക്കുന്ന അന്തർദേശീയ ഡയമണ്ട് കോൺഫറൻസ് മോദിയോടൊപ്പം വ്ളാഡിമിർ പുടിനും ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതിയെ കണ്ട ശേഷം രാത്രി 10 മണിയോടെ വ്ളാഡിമിർ റഷ്യയ്ക്ക് മടങ്ങും. ന്യൂസ് ബ്യൂറോ, ദില്ലി.